കണക്ക് പുസ്തകം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ, ഇതിന്റെ ഡൊമൈൻ, റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ഗ്രാഫിനെ കുറിച്ചാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ്. അപ്പം നമ്മൾ അതിനുപയോഗിക്കുന്നത് ജിയോജിബ്രയാണ്. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിൽ നിന്ന് അതിന്റെ ഇൻവേഴ്സിന്റെ ഗ്രാഫിലേക്ക് എങ്ങനെ വരാം? അതായത് ഇപ്പോൾ സൈൻ എക്സിന്റെ ഗ്രാഫ് നമുക്ക് പരിചയമുണ്ട്. ഈ സൈൻ എക്സ് ഉപയോഗിച്ചാണ് സൈൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സിന്റെ ഗ്രാഫിൽ നിന്ന് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫിലേക്ക് നമുക്ക് എങ്ങനെ വരാം? ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സൈൻ എക്സിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാലും അത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ മുഴുവൻ വേണ്ട. നമുക്ക് അതിനെ ഇൻവേർട്ടബിൾ ആക്കാൻ നമ്മൾ സൈൻ എക്സിനെ -π/2 π/2 ഇടയിൽ റെസ്ട്രിക്ട് ചെയ്ത് ഗ്രാഫ് അതേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ എക്സിന്റെ ഗ്രാഫ് ഇവിടെ -π/2 π/2 ഇടയിൽ വരച്ചു. ഇനി ഒരു ഗ്രാഫ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഗ്രാഫിലെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് വാല്യൂ, നമ്മളൊരു എക്സ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് y ആക്സിൽ കിട്ടും. അപ്പോൾ ഗ്രാഫിലെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ XY എന്ന് പറയുന്ന പോയിന്റാണ്, അല്ലെങ്കിൽ XFX എന്ന് പറയുന്ന പോയിന്റാണ്. ഇവിടെ ആണെങ്കിൽ അത് X sin X എന്ന് പറയുന്ന പോയിന്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പോയിന്റ് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 0.98 ആണ്. അതിന്റെ സൈൻ വാല്യൂ ആണ് 0.83. ഓക്കെ, നമ്മൾ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? സൈൻ ഇൻവേഴ്സ് എന്നല്ല, ഇൻവേഴ്സ് ഫംഗ്ഷൻസ് സൈനും കോസും ഇതിന്റെയൊക്കെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? എക്സിന്റെ ഇമേജ് y ആണെങ്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ പറയുമ്പോൾ y-യുടെ ഇമേജ് x ആയിരിക്കും. ഓക്കെ, അപ്പോൾ പൊതുവെ പറഞ്ഞാൽ സൈൻ എക്സിന്റെ ഗ്രാഫിലെ ഒരു പോയിന്റ് ആണ് XY എങ്കിൽ, ഓർഡേഡ് പെയർ XY എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫിലുണ്ടാവും. ആ പോയിന്റ് എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ YX ആയിരിക്കും. ഇപ്പൊ ഈ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞാൽ ഇത് ഓർഡേഡ് പെയർ 0.98, 0.83 ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇമേജ് ആണ് ഇത്. 0.98ന്റെ ഇമേജ് ആണ് 0.83. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫിൽ ഉണ്ടാവേണ്ട പോയിന്റ് അതിന്റെ എക്സ് കോർഡിനേറ്റ് 0.83 y കോർഡിനേറ്റ് 0.98 വരുന്ന പോയിന്റ് ആയിരിക്കും. അതായത് ഗ്രാഫിലെ ഒരു പോയിന്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫിലുണ്ടാവും. അത് കിട്ടാൻ ഗ്രാഫിലെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അത് ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ y = x എന്ന് പറയുന്ന ലൈൻ ഒന്ന് വരയ്ക്കാനുണ്ട്. എന്നിട്ട് ഈ പോയിന്റിനെ ഈ ലൈനിലൊന്ന് റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഇമേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ നോക്കുന്ന പോലെ. ഇപ്പൊ ഇതൊരു മിറർ ആണെങ്കിൽ ഈ പോയിന്റ് മിററിന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇമേജ് എവിടെ വരും? അതാണ് റിഫ്ലക്ഷൻ എന്ന രൂപത്തിൽ. ഓക്കെ, അതിന് ഇവിടെ ജിയോജിബ്രയിൽ അതിനുള്ള ടൂളുണ്ട്. ഈ ടൂൾ എടുത്തിട്ട് നമ്മൾ ഈ പോയിന്റിലൊന്ന്, നമുക്ക് വേണ്ട ടൂൾ ഇതാണ്, ഈ പോയിന്റിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ കണ്ടോ പുതിയൊരു പോയിന്റ് കിട്ടി, P' എന്ന് പറയുന്ന പോയിന്റ്. ആ പിയുടെയും P'-ന്റെയും കോർഡിനേറ്റ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇതിന്റെ പിയുടെ y കോർഡിനേറ്റ് ആണ് ഇവിടെ എക്സ് കോർഡിനേറ്റ്, പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് ഇവിടെ y കോർഡിനേറ്റ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ P' എന്ന് പറയുന്ന പോയിന്റ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിലെ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോ പി ഈ ഗ്രാഫിൽ കൂടി മാറ്റിക്കഴിഞ്ഞാൽ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് P' നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ P' പോകുന്ന പാത്ത് എന്ന് പറയുന്ന ആയിരിക്കുമല്ലോ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. കാരണം ഈ P' എന്നുള്ളത് എപ്പോഴും സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫിലെ പോയിന്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളിപ്പോ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ P' പോകുന്ന പാത്ത് ഒന്ന് ട്രേസ് ചെയ്യാം, പോകുന്ന വഴിയൊന്ന് അറിയാം. ഒന്ന് നോക്കാം. നമുക്ക് പി ഒന്ന് മാറ്റിയിട്ട് P' ആദ്യം മുതൽ ഇങ്ങനെ ഒരു സൈഡ് മുതൽ. ഓക്കെ,
പി മാറുന്നതിനനുസരിച്ച് പി ഡാഷ് ഇങ്ങനെ മാറുന്നുണ്ട്. ആ പാത്താണ് നമ്മളിപ്പോൾ ട്രേസ് ചെയ്തിട്ടുള്ളത്. ഈ കിട്ടിയതാണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. ഓക്കെ, ഇത് ഏത് ഫംഗ്ഷന്റെയും ഗ്രാഫിൽ നിന്ന് അതിന്റെ ഇൻവേഴ്സിന്റെ ഗ്രാഫിലേക്ക് എത്താനുള്ള വഴിയാണ്. അപ്പൊ ഇപ്പം നമ്മൾ ചെയ്തത് എന്താ, ഈ സൈൻ എക്സിന്റെ ഗ്രാഫ് റെഡ് കളറിലുള്ള ഗ്രാഫാണ്. സൈൻ എക്സിന്റെ ഗ്രാഫിലെ എല്ലാ പോയിന്റ്സിനെയും നമ്മൾ റിഫ്ലക്ട് ചെയ്യാണ് ചെയ്തത്. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനിൽ റിഫ്ലക്ട് ചെയ്യാണ് ചെയ്തത്. അത് ചെയ്തത് അതിന്റെ കോർഡിനേറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി, എക്സ് കോർഡിനേറ്റിനെ വൈയും വൈ കോർഡിനേറ്റിനെ എക്സും ആക്കാൻ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ എല്ലാ പോയിന്റിനെയും ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതിന് പകരം നമുക്ക് നേരിട്ട് ആ ഗ്രാഫ്, എൻറ്റയർ ഗ്രാഫിനെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ റിഫ്ലക്ട് അബൌട്ട് ലൈൻ എന്നുള്ള ടൂളാണ്. ആ ടൂൾ എടുത്തിട്ട് ഗ്രാഫിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഗ്രാഫിന് മുകളിൽ കോയിൻസൈഡ് ചെയ്ത് വന്നു. ഇനി നേരത്തെ കണ്ട ഗ്രാഫ് ജസ്റ്റ് ആ ബ്ലൂ കളറിലുള്ള നമ്മളങ്ങ് ഹൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഒന്നും ആവശ്യമില്ല. ഇനി മുതൽ ഇങ്ങനെ ചെയ്താൽ മതി. ഏതാണോ നമ്മുടെ ഗ്രാഫ് അതിനെ റിഫ്ലക്ട് ചെയ്താൽ മതി. ഓരോ പോയിന്റായിട്ട് റിഫ്ലക്ട് ചെയ്യേണ്ട. ഈ പി ഡാഷ് ഒക്കെ നമുക്ക് കളയാം. പി ഡാഷ് ഒക്കെ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഇത് തിരിച്ചറിയാൻ വേണ്ടി, ഇതായിരുന്നു ഇൻവേഴ്സിന്റെ ഗ്രാഫ്. ഇത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. കളർ ഇത്തിരി ഒന്ന് ബോൾഡും ആക്കാം. ഓക്കെ, അപ്പൊ ഇനി മുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫിലാണ്. സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് കിട്ടി. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് പറയുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ പൈയുടെ ടേംസിൽ പറയും. പക്ഷെ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫ് പറയുമ്പോൾ വൈ ആക്സിസിൽ പൈയുടെ ടേംസിൽ പറയുന്നതാണ് സൗകര്യം. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ ഒന്ന് മാറ്റാം. എക്സ് ആക്സിസിൽ ഇപ്പൊ പൈ ബൈ എന്ന് പറയുന്ന ഇവിടെ ഒരു സ്ലൈഡർ ഇട്ടാണ്, പൈയുടെ ടേംസിലാണ് ഇപ്പൊ കിടക്കുന്നത്. അത് മാറ്റി നമ്മൾ എക്സ് ആക്സിൽ 1 2 3 എന്ന് മാർക്ക് ചെയ്യാം. വൈ ആക്സിസിൽ പൈയുടെ ടേംസിൽ പൈ ബൈ 2 എന്ന് കൊടുത്തു. അപ്പൊ ഇത് പറയാൻ എളുപ്പമുണ്ട്. ഈ ഗ്രാഫ് മാത്രമായിട്ടൊന്ന് നോക്കാം. നമുക്കിനി സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് മാത്രമായിട്ടൊന്ന് നോക്കാം. അതിന്റെ ഡൊമൈൻ -1 1 അതൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 ടു π/2. ഓക്കെ, ഇതേപോലെ നമുക്ക് ഒന്നുകൂടി നോക്കാം. കോസ് എക്സിന്റെ ഗ്രാഫിനെ ഒന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് അതിന്റെ ഇൻവേഴ്സ് എങ്ങനെ വരും നോക്കുമ്പോൾ, അപ്പോൾ ഓൾറെഡി റിഫ്ലക്ട് ചെയ്ത ഗ്രാഫ് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഇനി ഇത് മാറ്റുന്നില്ല. പകരം ഈ ഗ്രാഫ് സൈൻ എക്സ് എന്നുള്ളതിന് പകരം നമ്മൾ കോസ് എക്സ് ആകുന്നു. കോസ് എക്സ് ആക്കിയാൽ മാത്രം പോരാ, അതിന്റെ ഡൊമൈനും മാറ്റണം. അപ്പൊ ആദ്യം ഇതിന് കോസ് എക്സ് എന്നാക്കുന്നു. കോസ് എക്സ്. ഓക്കെ, കോസ് എക്സ് ഇപ്പൊ കിടക്കുന്നത് -π/2 നും π/2 നും ഇടയിലാണ്. അത് 0ക്കും π-ക്കും ഇടയിലാക്കണം, എന്നാലേ അത് ഇൻവേർട്ടിബിൾ ആവുള്ളൂ. അപ്പൊ 0യിൽ തുടങ്ങി ഇത് π. ഓക്കെ, അപ്പൊ ഈ റെഡ് കളറിലുള്ളതാണ് കോസ് എക്സിന്റെ ഗ്രാഫ്. അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് ഇൻവേഴ്സ് നേരത്തെ കിട്ടിയതാണ്, സൈനിന്റെ കേസിൽ കിട്ടിയതാണ്. റിഫ്ലക്ട് ചെയ്തപ്പോൾ ഇത് കണ്ടാൽ അറിയാം ഇതിന്റെ റിഫ്ലക്ഷൻ ആണ്. ഇതിനെ y = x റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂ കളറിലുള്ള ഗ്രാഫ് കിട്ടും. അത് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ്. അതിന്റെ ഡൊമൈൻ കണ്ടോ, -1 1 ഡൊമൈൻ. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്യാം. എല്ലാ ഫംഗ്ഷന്റെയും ഗ്രാഫിനെ ഇതുപോലെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടും. അത് തിരിച്ചും ആലോചിക്കാം കേട്ടോ. ഒരിക്കലും റിഫ്ലക്ട് ചെയ്ത് നമ്മൾ കോസും കോസ് ഇൻവേഴ്സും കൂടി ഒരുമിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എക്സ് എന്നുള്ളതിനെ y = x റിഫ്ലക്ട് ചെയ്താൽ കോസ് എക്സ് കിട്ടും. ഇത് പരസ്പരം റിഫ്ലക്ഷൻസ് ആണ് എന്നുള്ള പറയാം. ഓക്കെ, ഇനി ഇത് അല്ലാതെ തന്നെ നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കാം. ഇപ്പൊ ജിയോജിബ്ര ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് വരയ്ക്കാം. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് ആ രീതിയിൽ ബാക്കി ഗ്രാഫുകളും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പുതിയൊരു ജിയോജിബ്ര ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ജിയോജിബ്ര ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ
നിങ്ങളിപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും, അതിലായിരിക്കും പിന്നെ ഈ വീഡിയോസൊക്കെ മിക്കവാറും കാണുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഫോണിൽ ഉപയോഗിക്കാവുന്ന ഒരു ആപ്പുണ്ട്. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജിയോജിബ്ര എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇങ്ങനൊരു ആപ്പാണത്, ജിയോജിബ്ര ഗ്രാഫിംഗ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഇതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപയോഗിച്ച് നമുക്ക് ഈ ഗ്രാഫ്സ് ഒക്കെ വരയ്ക്കാം. അതിൻ്റെ കമാൻഡ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ. ഇനി ഇപ്പം നമുക്ക് ഈ ട്രിഗണോമെട്രിയുടെ ഡിസ്കഷനിലൊക്കെ അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ ഡിസ്കഷനിലൊക്കെ ഇത് മതിയാവും. ഇനി 3Dയുടെ ഡിസ്കഷൻ വരികയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ജിയോജിബ്ര എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 3D എടുക്കാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, അതിന് മറ്റൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇങ്ങനെയാണ്, ജിയോജിബ്ര 3D കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഐക്കണൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ ആവശ്യമില്ല, ഇത് നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ തന്നെ ഇതിൻ്റെ ഗ്രാഫൊക്കെ വരച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഒരു കമാൻഡ് ഉണ്ട്. അത് കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല, പിന്നെ പലതും ഓർത്തിരിക്കാൻ എളുപ്പവുമാണ്. അത് ഇങ്ങനെയാണ് ഉള്ളത്. സൈൻ ഇൻവേഴ്സ് എക്സ് വരയ്ക്കണമെങ്കിൽ ഈ കമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എ സൈൻ എക്സ്. അത് ആർക്ക് സൈൻ എക്സ് എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ് എ സൈൻ എക്സ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അതേപോലെ കോസ് ഇൻവേഴ്സ് എക്സിന് എ കോസ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സിന് എ ടാൻ എക്സ്. അത് ഈ മൂന്നെണ്ണത്തിനെ അതുപോലെ നേരിട്ട് പറയുള്ളൂ. കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ ആ കമാൻഡ് മാറി. ഓക്കെ, അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം എ സൈൻ എക്സ് എന്ന് പറയുന്നത് എ സൈൻ എക്സ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത് ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രാഫിക്സ് 2 ആണ്, അതുകൊണ്ടാണ് ഇവിടെയും കൂടി വന്നത്. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രാഫിക്സ് 1 ആക്റ്റീവ് ആക്കുക. അപ്പോൾ അത് ഇവിടെ വരും. ഓക്കെ, എ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പിന്നെ ഗ്രാഫാണിത്. ഇത് നേരത്തെ കണ്ടാണ് ഈ ഗ്രാഫ്. നമ്മൾ ഇത് ഈ രീതിയിൽ വരയ്ക്കാം. അല്ലെങ്കിൽ ഈ നമ്മൾ ഇൻവേഴ്സ് എഴുതുന്നുണ്ടല്ലോ, സൈൻ ഇൻവേഴ്സ് എക്സ് ഇങ്ങനെയല്ല എഴുതുന്നത്, ഇതേപോലെ ഓർത്തിരുന്നാൽ ഇതിലെല്ലാ ഗ്രാഫുകളും നമുക്കിങ്ങനെ വരയ്ക്കാം. അപ്പൊ ഞാൻ കോസ് ഇൻവേഴ്സ് എക്സിന്റെ വരയ്ക്കുമ്പോൾ എ കോസ് എക്സ് എന്നുള്ളതിന് പകരം ഇങ്ങനെയാണ്. ആ ഇൻപുട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ, കോസ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നോക്കുക, ഈ സിമ്പിൾ നിങ്ങൾ ടൈപ്പ് ചെയ്യണം, ക്യാപ്പ്. അത് നിങ്ങൾക്ക് കിട്ടുന്നത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് 6 എന്ന് പറയുന്ന കീ 6 അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, പിന്നെ -1, അപ്പോൾ -1 അടിക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൽ എക്സ് എന്ന് കൊടുക്കുക. സോ കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് കിട്ടി. ഓക്കെ, അതാണ് കോസ് ഇൻവേഴ്സ് എക്സ്. ഈ ഗ്രാഫ് നമ്മൾ നേരത്തെ കണ്ടാണ്. ഇതേപോലെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കും. അപ്പോൾ എ ടാൻ എക്സ് എന്നടിക്കാം, അല്ലെങ്കിൽ ഇത് ടൈപ്പ് ചെയ്യാൻ എളുപ്പം എ ടാൻ എക്സ് എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കാം. ഓക്കെ, അപ്പോൾ അത് ഒന്ന് കാണിക്കാം ടാൻ ഇൻവേഴ്സ് എക്സിന്റെ. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിൽ കൊടുത്ത കമാൻഡ്സ് മുഴുവൻ ഇവിടെ കാണും കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടോ, കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഇതൊന്ന് മാറ്റി കോസ് മാറ്റി ടാൻ എന്നാക്കിയാലും മതി. ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത കമാൻഡ്സ് മുഴുവൻ അവിടെ കാണും. അതിനെ ആവശ്യമുള്ള എഡിറ്റിംഗ് നടത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തൊന്ന് നോക്കൂ, കൊസീക് ഇൻവേഴ്സ് എക്സ്. ഒന്നെങ്കിൽ ഈ കമാൻഡ് കൊസീക്ക് ക്യാപ്പ് -1 എക്സ്, അല്ലെങ്കിൽ എ സൈൻ 1/x. ഈ എ സൈൻ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ്. ഇത് നമ്മൾ കണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം. എ സൈൻ ബ്രാക്കറ്റിൽ 1 എന്നുള്ളത് /x കൊടുത്തു കഴിഞ്ഞാൽ കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫായി. ഓക്കെ, അതിന്റെ ഡൊമൈൻ എന്താ? ഡൊമൈൻ എന്ന് പറയുന്നത്
ഒന്നുകിൽ 1ന്റെ റൈറ്റ് സൈഡിലേക്ക് x > 1 അല്ലെങ്കിൽ x < -1. കൊസീക് ഇൻവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന്റെ റേഞ്ച് -π/2 π/2 എന്നുള്ളതാണ് അതിന്റെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതേപോലെ സീക്ക് ഇൻവേഴ്സ് എക്സിന്റെയും നമുക്ക് പറയാം. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ നേരത്തെ നമ്മളൊന്ന് പറഞ്ഞാണ് ടാൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് എപ്പോഴും കോട്ട് ഇൻവേഴ്സ് എക്സ് അല്ല. അത് ശരിയാവുന്ന എക്സിന്റെ പോസിറ്റീവ് വാല്യൂസിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എ ടാൻ ഇൻവേഴ്സ് 1/x എന്നുള്ള കമാൻഡ് കൊടുത്താൽ അത് കിട്ടില്ല. പകരം π/2 മൈനസ് എ ടാൻ എക്സ്, ഇത് വേറൊരു പ്രോപ്പർട്ടിയാണ്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അങ്ങനെ കൊടുത്താലാണ് ടാൻ ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മൊബൈലിലോ പിന്നെ ലാപ്ടോപ്പിലോ. ഇനി ഇതൊന്നും പറ്റിയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട, നിങ്ങൾ പിന്നെ സ്കൂൾ തുറന്ന് സ്കൂളിലെത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാബിന്റെ ഭാഗമായിട്ട് ഇതിൽ പലതും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇതിന്റെ ഇപ്പൊ ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് കിട്ടുന്ന വേറൊരു രീതി നമുക്കൊന്ന് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ഒരു സൂത്രം. ഓക്കെ, ഇവിടെ ഞാനൊരു പേപ്പറിൽ, ഇതൊരു പേപ്പറായിട്ട് കണക്കാക്കിക്കോളൂ കേട്ടോ. ഒരു സ്ക്വയർ ഷീറ്റ് ആണ് സൗകര്യത്തിന് എടുത്തിട്ടുള്ളത്. അതിന്റെ നടുക്ക് x ആക്സും y ആക്സും ഒക്കെ വരച്ചിട്ട് cos xന്റെ ഗ്രാഫ് 0യ്ക്കും πയ്ക്കും 0 π ഒന്നും ഞാൻ അടയാളപ്പെടുത്തിയില്ല എന്ന് മാത്രം. അപ്പൊ ഇത് പിന്നെ ട്രാൻസ്പാരന്റ് ആയിട്ട്, കുറെയെങ്കിലും ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഷീറ്റിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, ഇങ്ങനെ നിങ്ങളൊരു ഷീറ്റിൽ വരച്ച് എടുക്കുക, ഒരു പേപ്പർ കയറി അതിലിങ്ങനെ വരച്ചെടുക്കുക, ഒരു സ്ക്വയർ ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിന്റെ ഈ രണ്ട് കോർണറിൽ നിങ്ങളൊന്ന് പിടിക്കാം. സൗകര്യത്തിന് വേണ്ടി ഞാൻ ആ ജസ്റ്റ് ഡയഗണൽ ഒന്ന് വരയ്ക്കുന്നു. ഈ ഡയഗണൽ വരുന്ന ഇത് ശരിക്കും നമുക്ക് y = x എന്ന് പറയുന്ന ലൈന് പോലെയാണത്. ഓക്കെ, ഈ രണ്ട് കോർണറിലും പിടിച്ചിട്ട് ഈ ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക, എന്ന് പറഞ്ഞാൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഒന്ന് മറിച്ചിടുക. അതായത് ഇങ്ങനെ വരണം, അത് ഇങ്ങനെയാണത് മറിയേണ്ടത്. ഓക്കെ, അതായത് ഇത് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പേപ്പറിന്റെ മറുപുറമാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇത് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത്, തുടങ്ങിയത് എവിടെയായിരുന്നു? cos xന്റെ ഗ്രാഫിലായിരുന്നു തുടങ്ങിയത്. ഇത് cos ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് കിട്ടുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ കാരണം നമ്മൾ ഈ y = x എന്ന് പറയുന്ന ലൈനിൽ, ഇതാണല്ലോ cos xന്റെ ഗ്രാഫ്, ഇതിനെ y = x എന്ന് പറയുന്ന ലൈനിൽ റിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ റിഫ്ലക്ട് ചെയ്യുന്നതിന് ഒരു മറിച്ചിടലിന്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇനി ഇത് ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ കൃത്യം ഈ ഡയഗണലിലാണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൽ തന്നെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഇനി അല്ല, നിങ്ങൾ പേപ്പർ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ആവശ്യത്തിനനുസരിച്ച് ആ പേപ്പറിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താലും ഈ ഗ്രാഫ് കിട്ടും. എന്തായാലും ആ പേപ്പറിന്റെ മറുഭാഗം നമുക്ക് കാണണം. ഇനി അല്ലെങ്കിൽ മറ്റൊരു വഴി, നിങ്ങളൊരു പേപ്പറിൽ ഇതുപോലെ ഇതിന്റെ ഗ്രാഫൊക്കെ ഇങ്ങനെ വരയ്ക്കുക, cos xന്റെ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഡൊമൈനൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഇത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ കാണിക്കുക. കണ്ണാടിയുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ കാണിച്ചിട്ട് അതിനെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ, ഒന്ന് ക്ലോക്ക് വൈസ് ആയിട്ട്, നിങ്ങൾ എങ്ങനെയാണോ കണ്ണാടിയുടെ മുമ്പിൽ ഇത് കാണിച്ചിട്ടുള്ളത് അത് മിക്കവാറും അത് പിന്നെ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യേണ്ടി വരിക. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് cos ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്, അല്ലെങ്കിൽ നിങ്ങൾ വരച്ചത് ഏതാണോ അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. പക്ഷേ നമ്മൾ പിന്നെ സൈന്റെയും കോസിന്റെയും ഒക്കെ ഗ്രാഫ് അത് ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയേണ്ടതാണ്. അത് ഉപയോഗിച്ച് തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ പല പ്രോപ്പർട്ടീസും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് എങ്ങനെ വരാമെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബാക്കി പല ഡിസ്കഷനിലും നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ.